നാം പ്രധാനമായും പ്രാർത്ഥിക്കാനും വിഷമങ്ങൾ പങ്കിടാനും വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. ഫലസ്തീനികളുടെ അവരുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ ഒന്ന് എപ്പോഴും, നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ എപ്പോഴും ഒന്ന് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യുമ്പോഴേ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ പത്രങ്ങളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും വളരെ വേദനയോടെ, വളരെ വിഷമത്തോടുകൂടി നാം ഇടക്കിടക്ക് കാണുന്നതാണ് അവരുടെ അവസ്ഥാവിശേഷം. നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ കേട്ടതുപോലെ ഒരിത്തിരി ഭക്ഷണം കഴിക്കാനില്ലാതെ, പലപ്പോഴും വെള്ളം കുടിക്കാനില്ലാതെ പൊറുതി മുട്ടുന്ന അവസരത്തിൽ ബാധിച്ചു കിട്ടുന്ന അല്പം വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ബോംബൊന്ന് വീണുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ആ പിഞ്ചു മക്കൾ, അതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വാസ്തവത്തിൽ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളുടെ വിവേകമില്ലായ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല. ഈ പ്രശ്നം എന്നാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പലസ്തീൻ പ്രശ്നം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവിടെ കുടിയിരുത്തിയ ഇസ്രായേലിയർ എന്ന് പറയുന്നവർ അവരെ എവിടെയാണ് കുടിയിരുത്തിയത്? മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ആ വലിയ പ്രദേശത്ത്, വലിയ രാജ്യത്ത്, അതിൽ നിന്ന് അവർ ആട്ടി ഓടിച്ച്. ആരാ ആട്ടി ഓടിച്ചെന്ന് വെച്ചാൽ ഇസ്രായേലിയരല്ല. അത് ഒക്കെ വലിയ വലിയ രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് സംഗതികളൊക്കെ അറിയുന്ന, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്നും തന്നെ നമ്മൾ വളരെ വേദനയോടുകൂടെ ഈ സംഗതികളൊക്കെ അപലപിക്കുന്ന, ഈ വംശ നശീകരണത്തെ അപലപിക്കുന്ന വൻകിട രാഷ്ട്രങ്ങൾ രംഗത്ത് വരുമ്പോൾ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും തന്നെ ഇസ്രായേലിയുമായിട്ട് കരാറിലെത്തുന്നു, സൗഹാർദ്ദം സ്ഥാപിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയോടുകൂടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകി ഈ സമുദായത്തെ രക്ഷിക്കുമാറാവട്ടെ. ആ ഫലസ്തീനികൾ 10,000-കണക്കിൽ കുട്ടികളും സ്ത്രീകളുമടക്കമുള്ള ആ ഫലസ്തീനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ആളുകൾക്കെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരവസ്ഥാവിശേഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അവരൊക്കെ ശുഹദാക്കളാണ്. ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമുക്ക് അവർക്കൊക്കെ അള്ളാഹു തആലാന്റെ മുമ്പിൽ വളരെ സമാധാനത്തോടുകൂടെ ഒത്തുകൂടാനുള്ള, ആ ഖൽബുൻ സലീമുമായിട്ട് ചെന്നു ചേരാനുള്ള